ഇന്ന് ഞങ്ങളുടെ വെയിൽസിലെ അവസാനത്തെ ദിവസമാണ്. ഞങ്ങൾ താമസിച്ച ട്രാവലോഡ്ജാണ് കാണുന്നത്. അതിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വെയിൽസിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഒരു സൂ, വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ട് ഒരു അടിപൊളി പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ഹലോ, നമ്മളിന്ന് ആദ്യം വന്നിരിക്കുന്നത് വെൽഷ് മൗണ്ടെയിൻ സൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നമുക്കിനി മൃഗങ്ങളെയൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ആദ്യം സീലിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ അത് കാണാനായിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. അതെ, സീലുകൾ അവിടെ കിടന്ന് വെയിൽ കായുന്നത് കാണാം. ഇവിടെ സീലിൻ്റെ ഷോയും ഉണ്ട്, അതേപോലെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ കയറി റെസ്റ്റ് എടുക്കുന്നുണ്ട്. വെയിൽ കഴിയുന്ന സീൽ. നമ്മളോട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കടിക്കുവോ മറ്റവനെ നോക്ക്, അവിടെ കിടന്ന് കടിപിടി കൂടുക. വരുന്നുണ്ടോ? നമ്മളവിടെ ഇരിക്കുന്ന വരുന്നത് കുഴപ്പമില്ല, മറ്റത് I have nothing ready for him, and I'm definitely not able to produce milk for him, which is probably the tastiest thing for him at the moment. So with Callie, we are currently trying to teach her how to do the walk around. So if I ask her to touch her nose to here, we'll see if she wants to go all the way around. Come here. Is my shadow scary? You're not used to my shadow, are you? Just like, it's too sunny. This way? Oh, no, we don't want to do that. So what we're going to do is we're going to ask her. Spray's going to shout at me because I'm late. Come on. How you see yourself as a person, what you're willing to do, what you're not willing to do. It requires no movement. So she's quite a... Hi. Yes, okay. So that's her telling the little one off for coming over to the beach. So we may end up having to take her back down. Now she has had, actually what we can do is we can do her, oh no. Callie was still suckling. She lay down. And if that was at the point where she should have really been eating solid. Generally after a while, these guys can tend to wean and stop eating or stop drinking mum's milk and start to eat solid food. Now that's quite a hard time for the females because they don't really get much of a break. That wasn't a ball jump, was it? No. Can you wave? Oh, that's a shame. Wave. Good job. So out in a while, these guys would all congregate on beaches in massive numbers. So they get their name because they are found on the beaches of California. But they're not only found there, they've been found up in Canada and down to the Gulf of Mexico as well. So they have a very large range in which they can be found. Good girl, thank you. And out in the wild, when it comes to breeding season, they will congregate in the thousands. Now, I don't know about if you guys have visited before, you might have heard Casper. സീലിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത ഇനമാണ് ഇത്. ഒട്ടകപ്പക്ഷിയാണെന്ന് തോന്നുന്നു. മനോഹരമായ ഒരു സ്ഥലത്ത് കുറേ കഴുതകൾ, നല്ല രസം, നല്ല അടിപൊളി ലൊക്കേഷനാണ്. അവിടെ ഇങ്ങനെ പ്ലോട്ടുകൾ തിരിച്ചിട്ട് ഓരോ മൃഗങ്ങളായിട്ടേക്കാണ്. ഇവിടെ കഴുതകൾ. നമ്മൾ നേരത്തെ കണ്ട ആടുകൾ. ഏറ്റവും ടോപ്പിൽ ആകാശം നീല, ഡാർക്ക് നീലയായിട്ട് കടല്, അതിന് പുറകെ ചുവന്ന കെട്ടിടങ്ങൾ, പിന്നെ പച്ച മരങ്ങൾ, ഈ മെഡോസ്, അവിടെ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന മാൻ കുഞ്ഞുങ്ങൾ. ഹായ്, എന്ത് രസം. ഒരു പറമ്പ് നിറയെ മാൻകൂട്ടം. ഒരു കൂട്ടം പിള്ളേർ മാനിനെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി, ആ മാനുകളെല്ലാം പിള്ളേരുടെ അടുത്തേക്ക് വന്നു. ഇവിടുത്തെ മാനുകൾക്ക് ഇംഗ്ലീഷ് അറിയാവുള്ളൂ തോന്നി. ഈ പിള്ളേർ പറഞ്ഞ കേട്ട ഇംഗ്ലീഷ് കേട്ടിട്ടാണ് നിങ്ങൾ വന്നേക്കുന്നത്. ചുമയാട്ടോ, അതിന് ചുമയാട്ടോ.
ഒട്ടകപക്ഷിക്ക് ചുമ. ആ ഒട്ടകപക്ഷിക്ക് ചുമയാന്ന് നേഴ്സ് അഞ്ജന ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെമോറിനെ കാണാൻ വന്നതാണ്. അവിടെ കണ്ടു ഇതേപോലെ പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിലൂടെ നടന്നു വന്ന് നമുക്കതിനെ വളരെ അടുത്ത് കാണാൻ പറ്റും. ചാടിപ്പോണുണ്ടോ നല്ല ലുക്ക്. കറണ്ട് കമ്പി വെച്ച് കിട്ടിയേക്കാണ് ചാടി പോണ്ടിക്കാനായിട്ട്. ബേഡ്സിനൊക്കെ ഇട്ടേക്കണ കൂടാണിത്. നല്ല സ്റ്റൈലായിട്ടോ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നടന്നു പോകാൻ ഇവിടെ പ്ലാറ്റ്ഫോമുണ്ട്. അതിലൂടെയൊക്കെ പോയി ഈ കിളികളെയും ജീവികളെയൊക്കെ നമുക്ക് കാണാം. ഈ കിളി ഈ കൂട്ടിലുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു, പിന്നെ കാണാനില്ല തന്നെ. ഇതിനകത്ത് കയറി കുഞ്ഞു കിളിയാണ്, കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പേരാണ് ഹിമാലയൻ ടെറസ്. നമുക്ക് കയറി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടേക്ക് ഇരിക്കാം, റെസ്റ്റ് ചെയ്യാം. Because she's big, so great, and the lovely colour makes her great. Not fused because she's got incredibly big eyes. It's because she's got incredibly big ears. When she flies up, you might notice she has incredibly long legs, especially right along the floor. Thick gloves on here, and that's because she can pinch quite hard, but they're just not that sharp. If you come in, please do not try and touch them. Even us keepers don't touch our bed. So if you try and touch them, they will defend themselves. Now there's 19 species of penguins out in the wild. They all live in the southern hemisphere, but they do come in various sizes, centimetres tall. And you find that living on New Zealand. The tallest penguin is the penguin, the Galapagos one, that lives on the Galapagos Islands. Now I'm sure you'll agree all penguins are a fact. ഫ്ലെമിംഗോ നല്ല രസമല്ലേ? നല്ല അടിപൊളി കളറ് ഈ പക്ഷിക്ക്. ഫ്ലെമിംഗോ കങ്കാരുകളൊക്കെ ഒരു ഉറക്കത്തിലാണ്. ഇതാ കുട്ടിത്തേവാൻ കേട്ടോ. സോറി, ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. നീട്ട് ചെക്കൻ തന്നെയാണോ? ആ ചെക്കനാ. ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോട്ടം ഇട്ടിട്ടുണ്ട്. ഇതാ എടുത്തോ 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 എടുത്തോട്ടോ. ഞങ്ങള് തന്നേച്ച് പോയേക്കുവാ. ഞങ്ങളുടെ പെണ്ണിനെ എടുത്തോ. എടാ മറ്റേ പെരിയോനെ എടാ അവിടെ വന്ന് വിളിച്ചപ്പോ നിനക്ക് എന്നെ ചാടായിരുന്നു. ഞങ്ങൾ പിന്നമ്പറം കാണിച്ചു. നമ്മുടെ സൂ വിസിറ്റ് കഴിഞ്ഞു.
കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. നല്ല വെയിലുള്ളതുകൊണ്ട് ചില മൃഗങ്ങളെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്യാമറ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുലിയൊക്കെ ആണെങ്കിൽ കൂടിനകത്തായിരുന്നു. അപ്പോൾ ഗ്രില്ലിനകത്തൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കൊള്ളാം, ഒരു അത്യാവശ്യം നല്ല സുഖമാണ്, നീറ്റ് സുഖമാണ്, അറേഞ്ച്മെൻറ്റ്സൊക്കെ വൻ പൊളിയാണ്. എന്തായാലും നൈസായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ചൈനീസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്നും ഒരു 5-6 മൈൽ അപ്പുറത്തായിട്ട് ഏബർ ഫോൾസ് എന്ന് പറയുന്ന ഒരു ഫോൾസ് ഉണ്ട്. അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളവിടെ പകുതിയോടെ കാർ കൊണ്ട് വന്നിട്ട് ഇനി ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാൾസിലേക്ക് നടക്കാൻ പോവുകയാണ്. ആ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണാം, ആ ഫാൾസ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അങ്ങനെ കാറൊക്കെ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഏബർ ഫാൾസിലേക്ക് ഇനി നടക്കാൻ പോവുകയാണ്. അടിപൊളിയായിട്ടോ, കാടിനുള്ളിലൂടെ നടന്നു പോകാൻ നല്ല രസമാണ്. വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മരത്തിൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത്. ഈ അരുവി, ഇത് വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല പ്രകൃതി രമണീയമായ, പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു സ്ഥലം. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ടീം. കാട്ടരുവി, കാട്, ചെങ്കുത്തായ വിജനമായ വഴികള് ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ആ കയറ്റവും അരുവി കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഉള്ള ഒരു റോഡുണ്ട്. പക്ഷെ ഇതിലൂടെ വണ്ടികൾ വിടത്തില്ല, പെഡസ്ട്രിയൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്ന വഴിയാണ്. ഓണ വഴിക്ക് ഒരു പാവം ആടും ആടിൻ്റെ അമ്മയും. നന്നായിട്ട് ട്രക്കിങ് ചെയ്യാനുണ്ട്. സാമാന്യം ബോധ്യമുള്ളവരൊക്കെ അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടത് ഇതേപോലെയാണ് പോകുന്നത്. ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്ത്. ഞങ്ങൾ 4 പേരുണ്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഇട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. കയറ്റം കയറി വരുന്തോറും നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. ഭയങ്കര രസമുള്ള പുൽമേടുകളും കുന്നുകളും മരങ്ങളൊക്കെ. ഇതൊരു പ്രത്യേക തരം കാട്. മരങ്ങൾക്കത് ഭയങ്കര പൊക്കമില്ല, നിറയെ ശിഖരങ്ങളൊക്കെ ആയിട്ടുള്ള കാട്. കുറച്ചുകൂടെ കയറിയപ്പോൾ വേറെ ടൈപ്പ് മരങ്ങൾ. ഇതാ അവിടെ ഒരാട് അതിന് കുഞ്ഞിനെയും കൊണ്ട് വയ്ക്കുന്നു. ആട്ടിൻപറ്റങ്ങൾ മേയുന്ന ഒരു കുന്ന്. തരിശായിട്ട് കിടക്കുന്ന ഭൂമി. ഹലോ, ഉമ്മറൊന്ന് കാണിക്കൂ. ഹലോ, ഹായ്. പോന്നോടാ, നിങ്ങൾ പോന്നോ? വീണ് കിടക്കുന്ന കുറേ മരങ്ങളും ഇലകളില്ലാത്ത വൃക്ഷങ്ങളും ഒക്കെയായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മരങ്ങളൊന്നുമില്ലാതെ വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ കിട്ടാൻ പാത്രമായിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഫോൾസിന് അടുത്തെത്തി. അപ്പോൾ ചെറിയ മരങ്ങൾ, പൊക്കം കുറഞ്ഞ മരങ്ങൾ, നമ്മുടെ താഴെ കണ്ട അരുവി, ചെറിയൊരു ഇരുമ്പ് പാലം,
അതിൻ്റെയൊക്കെ പുറയിലായിട്ട് നല്ല ഹൈറ്റിൽ നിന്ന് വരുന്ന ഒരു വാട്ടർഫാൾസ്. നമ്മളങ്ങനെ ആ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും താഴെ എത്തി. നല്ല നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി വൈബാണ് ഇവിടെ. കുറേ പേരൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഇതിൻ്റെ വ്യൂ കാണുന്നുണ്ട്. അഞ്ജനും വിപിനും ഓപ്പോസിറ്റ് സൈഡ് എത്തി. ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഞങ്ങളും അങ്ങോട്ടേക്ക് പോകും. നേരത്തെ ആ പറഞ്ഞ ഇരുമ്പ് പാലം ഉണ്ടല്ലോ, ആ പാലം കടന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആ പാലത്തിൻ്റെ അതിലൂടെ പോവാണ്. നമ്മുടെ പാലോ വാട്ടർഫാൾസും കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യൂ. നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഈ സ്റ്റെപ്പ് വഴി കയറി മേളിലോട്ട് വന്ന് വാട്ടർഫാൾസിനടുത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്റ്റൈലായിട്ട് കാണുന്ന വ്യൂ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏറെക്കുറെ ഒരു പകുതിക്ക് നമ്മൾ പൊക്കത്തിൽ നിന്നിട്ട് ബാക്കിയാണ് കാണുന്നത്. കുറച്ച് താഴത്തേക്കും കൂടി ഉണ്ട്. ഇത് നല്ല വ്യൂ ആണ്. ഫോൾസിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോയത് അവിടെയായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഇവിടെ. നമ്മളങ്ങനെ കുറേ നേരം ഇവിടെ സമയം സ്പെൻഡ് ചെയ്തു. ഭയങ്കര രസം ഇവിടെ ഇരിക്കാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ലിവർപൂളിൽ പോകണം. ഇന്ന് ഇവിടുന്ന് നേരെ ലിവർപൂളിന് പോവാണ്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട്, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നൈറ്റ് ലിവർപൂൾ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കുകൾ തരിക, കമൻസ് ഇടുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക് യു.